ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എജു ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസും വേറും തമ്മിലുള്ളതാണ്. അപ്പോൾ വാസ് വേർ ഇത് രണ്ട് വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്, എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് സെയിം ആണ്, ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈസും ആറും പറഞ്ഞ പോലെ തന്നെയാണ്. ഈസ് ആറ് എന്നുള്ളത് ആണ് എന്നുള്ളതാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ആയിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വാസ് നോക്കാം. ഓക്കെ, വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നതാണ്. വാസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള ഫോംസിൻ്റെ കൂടെയാണ്. ഓക്കെ, സിംഗുലറിൻ്റെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. സിംഗുലർ എന്ന് പറയുമ്പോൾ ഐ, അതുപോലെ തന്നെ ഹീ, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ മൈ ഫാദർ, മൈ മദർ എന്നിങ്ങനെ പറയുന്ന പേരുകളുടെ കൂടെയും സിംഗിൾ ആയിട്ടുള്ള ഓരോന്നിൻ്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് വാസ് ആണ്. ഓക്കെ, ഇനി അതുമാത്രമല്ല അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ബിഫോർ, ലാസ്റ്റ് ഇയർ, ഫസ്റ്റ് ടൈം, യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ് തുടങ്ങിയ പാസ്റ്റ് ടെൻസിലുള്ള ടൈമിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വാസ് വെച്ചുകൊണ്ടുള്ള കുറച്ച് സെൻറ്റൻസുകളൊക്കെ പരിചയപ്പെടാം, അതിൻ്റെ നെഗറ്റീവ് നോക്കാം, അതിന് ശേഷം നമുക്ക് വേറിനെ കുറിച്ച് പറയാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ കുറച്ച് സെൻറ്റൻസ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് മൈ പെറ്റ് വാസ് എ കാറ്റ്. എന്താ പറയുന്നത്? മൈ പെറ്റ്, എൻ്റെ പെറ്റ് ആയിരുന്നു. എന്തായിരുന്നു? എ കാറ്റ്, ഒരു കാറ്റ് ആയിരുന്നു. എനിക്ക് ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു പെറ്റ് ഉണ്ടായിരുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് ഐ വെച്ചുകൊണ്ടുള്ളതാണ്. ഐ വാസ് വിത്ത് മൈ ഫ്രണ്ട് രാജു ദിസ് മോർണിംഗ്. എന്താ കൂട്ടുകാരെ അർത്ഥം? ഐ വാസ്, ഞാൻ ആയിരുന്നു, വിത്ത് മൈ ഫ്രണ്ട് രാജു, ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള രാജുവിൻ്റെ കൂടെയായിരുന്നു, ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇനിയിപ്പോൾ ഇന്നലെ ആണെങ്കിലോ, ഐ വാസ് വിത്ത് മൈ ഫ്രണ്ട് രാജു യെസ്റ്റർഡേ, ഇന്നലെ ആയിരുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തത് ഹീ വെച്ചുകൊണ്ട് പറയാം. ഹീ വാസ് എ ഡോക്ടർ ബിഫോർ. എന്താണ്? ഹി വാസ്, അവനായിരുന്നു, എ ഡോക്ടർ, ഒരു ഡോക്ടർ ആയിരുന്നു, ബിഫോർ, മുമ്പ് അവനൊരു ഡോക്ടർ ആയിരുന്നു. അപ്പോൾ ഹി വെച്ചുകൊണ്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷീ വെച്ചുള്ളതോട് പറയാം. ഓക്കെ, ഷീ വാസ് സോ ടയേർഡ് after the heavy meal. എന്താ പറയുന്നത്? ഷീ വാസ്, അവളായിരുന്നു, സോ ടയേർഡ്, അവൾ നല്ല ക്ഷീണിതയായിരുന്നു, ആഫ്റ്റർ ദ ഹെവി മീൽ, അവൾ നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ അവൾ നല്ല ടയേർഡ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആഫ്റ്റർ ദ ഹെവി വർക്ക്, നല്ല വർക്ക് ചെയ്തതിന് ശേഷം അവൾ ടയേർഡ് ആയിരുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ ദ കുക്കിംഗ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുന്നത് മറ്റൊരു സെൻറ്റൻസ് ആണ്. ദ സിം കാർഡ് വാസ് ഇൻ ദ സെക്കൻഡ് സ്ലോട്ട്. എന്താ പറയുന്നത്? ദ സിം കാർഡ് ആയിരുന്നു ഇൻ ദ സെക്കൻഡ് സ്ലോട്ട്. അത് സെക്കൻഡ് സ്ലോട്ടിലായിരുന്നു. നമ്മുടെ ഫോണിൽ ഫസ്റ്റ് സ്ലോട്ടും സെക്കൻഡ് സ്ലോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ സിം കാർഡ് ഉള്ളത് സെക്കൻഡ് സ്ലോട്ടിലാണ് എന്നാണ് പറയുന്നത്. അവിടെ ഇത് സിം എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ളതാണ്. അവിടെ സിംസ് എന്നാണെങ്കിൽ അവിടെ നമ്മൾ വാസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സിം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത നോക്കൂ.
The network was very പുവർ. എന്താണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ പുവർ ആണ്, വളരെ വീക്കാണ് എന്ന് പറയില്ല, അതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി അടുത്തൊരു സെൻറ്റൻസ്, മൈ ഫാദർ വാസ് എ ഗവൺമെൻറ് എംപ്ലോയി. എന്താ പറയുന്നത്? എൻ്റെ അച്ഛൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അല്ല, ആയിരുന്നു, കഴിഞ്ഞു പോയതാണ്. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവായിട്ടുള്ളത് നോക്കാം. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വാസിൻ്റെ കൂടെ എന്തും കൂടെ വേണം, വാസ് പ്ലസ് നോട്ട് വേണം അല്ലേ, അഥവാ വാസിൻറ്റ് എന്നതാണ് ഉപയോഗിക്കുന്നത്. വാസിൻറ്റ് എന്ന് നമുക്ക് പറയാം, വാസ് നോട്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആയിരുന്നില്ല എന്നുള്ളതാണ് വരിക. ഓക്കെ, ഞാൻ അങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. ദ കേബിൾ കണക്ഷൻ വാസ് നോട്ട് പ്രോപ്പർ. എന്താണ്? കേബിൾ കണക്ഷൻ നല്ല രീതിയിൽ ആയിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ our session wasn't good for you. എന്താ പറയുന്നത്? അവർ സെഷൻ, അവിടെ അവർ സെഷൻ എന്നുള്ളതാണ്. സെഷൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വാസ് എന്ന് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നിനക്ക് നല്ലതായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സെൻറ്റൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് വേർ നോക്കാം. ദ മീറ്റിംഗ് ഹാൾ വാസ് നോട്ട് കംഫർട്ടബിൾ. എന്താണ്? മീറ്റിങ്ങിൻ്റെ ഹോൾ എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ വാസ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാത്തത് കൊണ്ടാണ്, നെഗറ്റീവ് ആയതുകൊണ്ടാണ് വാസിൻ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേർ നോക്കിയാലോ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വേർ എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, വേർ എന്ന് പറയുന്നത് നമ്മൾ ഏതിൻ്റെയൊക്കെ കൂടെയാണ്? പ്ലൂറൽ ആയിട്ടുള്ളതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ വി, അതുപോലെ തന്നെ ദേ, യു എന്ന് പറയുന്നത് പ്ലൂറൽ അല്ല, പക്ഷെ അത് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഇതിൻ്റെ കൂടെയാണ് നമ്മൾ വേർ ഉപയോഗിക്കാറ്. വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ആയിരുന്നു പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് സെൻറ്റൻസുകൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വി വേർ ഇൻ ദുബായ് ലാസ്റ്റ് ഇയർ. എന്താണ്? കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുബായിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദുബായിലാണോ? അല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ വി വേർ ഇൻ എ മീറ്റിംഗ് അറ്റ് 9 yesterday. എന്താണ്? ഇന്നലെ 9 മണിക്ക് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ ആയിരുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് ദേ വെച്ചുകൊണ്ട് നോക്കാം. ദേ വേർ ബിസി വിത്ത് വർക്ക് അറ്റ് ദാറ്റ് ടൈം. എന്താണ്? ആ സമയത്ത് അവർ ബിസി ആയിരുന്നു. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം അവർ ബിസി ആയിരുന്നു. അടുത്തൊരു സെൻറ്റൻസ് എന്ന് പറയുന്നതോ യു വെച്ചിട്ട് പറയാം അല്ലേ. യു വേർ സെലക്റ്റഡ്. എന്താണ്? നിന്നെ സെലക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നീ സെലക്ട് ആയിരുന്നു. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് യു വേർ ലേറ്റ് ദിസ് മോർണിംഗ്. എന്താണ്? ഇന്ന് നീ ലേറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വേർ വെച്ചുകൊണ്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് വേറിൻ്റെ നെഗറ്റീവ് നോക്കാം. എന്തായിരിക്കും? വേർ
പ്ലസ് നോട്ടാണ്, അഥവാ വേറിൻറ്റ് എന്ന് നമ്മൾ പറയും. വേറിൻറ്റ് എന്ന് പറഞ്ഞാൽ ആയിരുന്നില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്. കുറച്ച് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദേ were not മലയാളീസ്. എന്താണ്? അവർ മലയാളീസ് അല്ല. ഓക്കെ, മലയാളീസ്. ഇനി അടുത്ത രണ്ടാമത്തെ സെൻറ്റൻസ്, we weren't selected. എന്താണ്? നിങ്ങൾ സെലക്ട് ആയിട്ടില്ല. ഇനി അടുത്തൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, we weren't on leave yesterday. ഞങ്ങൾ എല്ലാവരും ഇന്നലെ ലീവ് ആയിരുന്നില്ല. ഇനി അടുത്തത് യു വെച്ചുകൊണ്ടാണ് പറയുന്നത്. യു weren't ലേറ്റ്. നീ ലേറ്റ് ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് വെച്ചുകൊണ്ടാണ്? weren't എന്നുള്ള ഇതിൻ്റെ നെഗറ്റീവ് ഫോം വെച്ചുകൊണ്ട് പറയാവുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ സെൻറ്റൻസ് വേണമെങ്കിൽ പറഞ്ഞു തരാം. ദ ഫിസിക്കൽ ഇൻ്റർവ്യൂസ് weren't പ്രാക്ടിക്കൽ ഡ്യൂറിങ് ദ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫിസിക്കൽ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല. ഓക്കെ, മൈ എക്സ്പെക്റ്റേഷൻസ് weren't a waste. എൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വേസ്റ്റ് ആയിരുന്നില്ല. ഇത്തരം സെൻറ്റൻസുകളൊക്കെ ഇത് വെച്ചുകൊണ്ട് പറയാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 സെൻറ്റൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.